പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ വചനചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വചനം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു: യേശു പിന്നെയും അവരോട് സംസാരിച്ചത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവൻ ആകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തിലെ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ വെളിച്ചമായി കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും സ്വർഗ്ഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. ഈ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് ഭൂമിക്ക് സൂര്യൻ നൽകുന്ന വെളിച്ചം എപ്രകാരമാണോ അതിനേക്കാൾ അധികമാണ് സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് അന്ധകാരത്തിൽ കിടക്കുന്ന ഓരോ വ്യക്തികളെയും, പാപഭംഗിതമായ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളെയും യേശു ക്രിസ്തു എന്ന ഏക രക്ഷകനായ ദൈവത്തിന്റെ അടുത്തിലേക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞ് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ നൽകുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഈ ലോകത്തിന്റെ അന്ധകാരത്തിൽ നിന്നും വിടുവിച്ച് നമ്മെ യേശു എന്ന ഏകരക്ഷകനിലൂടെ നമുക്ക് നൽകുന്ന നിത്യമായ ഒരു വെളിച്ചം, ഹല്ലേലൂയ, നമ്മെ ഇരുളിൽ നടക്കാതെ, ആത്മീയമായ ഇരുളിൽ നടക്കാതെ നാം ദൈവികമായ വെളിച്ചത്തിൽ നമ്മളെ പ്രവേശിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ഓർത്ത് സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ മാത്രമേ സർവ്വലോകത്തിൻ്റെയും ദൈവമായ വെളിച്ചമാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ, സ്തോത്രം. സകല മനുഷ്യർക്കും യേശു അവൻ്റെ ജീവിതവും പ്രവൃത്തിയും വാക്കുകളും ദൈവത്തിൽ വെളിച്ചമായി പ്രവർത്തിച്ചതുപോലെ ഈ ലോകത്തിൽ വെളിച്ചമായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെയുള്ള വെളിച്ചം നമുക്ക് നൽകിയിരിക്കുന്നു. ആ വെളിച്ചമായ കർത്താവിനെ അനുഗമിച്ച് കർത്താവ് നടന്ന പാതയിലൂടെ നാം നടക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് പകലിലും നാം ദൈവസന്നിധിയിൽ, അല്ലെങ്കിൽ നമ്മളിലൂടെ അനേകര് ഇരുട്ടിൽ നടക്കുന്ന വ്യക്തികൾ നമ്മൾ നടക്കുന്ന വെളിച്ചം കണ്ട് അനുഗമിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ ശിഷ്യന്മാരായി തീരുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിനായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഹല്ലേലൂയ, ഞാൻ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകുന്നു. ജീവന്റെ വെളിച്ചമുള്ളവൻ എന്ന് പറഞ്ഞാൽ കർത്താവായ ദൈവം പറയാണ്, ഈ ലോകത്തിൽ നാം മാത്രമല്ല നമുക്ക് വെളിച്ചം നൽകുന്നത്, നിത്യമായൊരു വെളിച്ചം പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഇരുളിൽ നടക്കാതെ, അല്ലെങ്കിൽ ദൈവത്തെ ആശ്രയിച്ചു, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചു ദൈവവചനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിത്യമായ വെളിച്ചത്തിലൂടെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കും.